ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പൈസയുള്ള മാർവാടികളുടെ കയ്യിലാണ്. ഇവരെങ്ങനെ ഇത്രയും കൂടുതൽ പൈസ ഉണ്ടാക്കണത്? അത് ശരിക്കും പറഞ്ഞ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്. അതിൽ ആദ്യത്തെ പ്ലാനിങ് ആണ് അവരുടെ കുടുംബ ബന്ധമാണ്. നിങ്ങൾ ഒരിക്കലും ഒരു മാർവാടിയും ന്യൂക്ലിയർ ആയിട്ട് കാണില്ല. അവരെപ്പോഴും കൂട്ടമായിട്ടേ ജീവിക്കുള്ളൂ. ഒരു വീട്ടിൽ തന്നെ ഒരു കുടുംബം മൊത്തം ഉണ്ടാവും. അവരുടെ വീട് അത്രയും വലുതുമായിരിക്കും കേട്ടോ. ഒരാൾ വീണ് പോയാൽ ആ കുടുംബം മൊത്തം ആ വീണ ആളെ സഹായിക്കാൻ എന്തായാലും ഉണ്ടാവും. ഇത് മാർവാടികളുടെ വളരെ വലിയ സ്ട്രെങ്ത് ആണ്. ഇവരൊരു ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യുകയാണെങ്കിലും പൈസ ഇരട്ടിപ്പിക്കണ കാര്യം ചെയ്യുകയാണെങ്കിലും ഇവര് കുടുംബത്തോടെ ഇരുന്ന് സംസാരിക്കാറുണ്ട്. നമ്മൾ അങ്ങനെ പരസ്പരം ഉണ്ടാക്കിയ പൈസ എത്ര എന്താണെന്നൊന്നും കുടുംബത്തോടെ ആരുടെ പറയില്ല, കാരണം കണ്ണു വെക്കൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവരങ്ങനെയല്ല. പരസ്പരം എല്ലാവർക്കും വളരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, അതിലെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, അതിലെങ്ങനെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം, ഇതെല്ലാം അവർ കുടുംബത്തോടെ എപ്പോഴും പ്ലാൻ ചെയ്യാറുണ്ട്. അതാണ് അവരുടെ ഏറ്റവും വലിയ സക്സസ്. രണ്ടാമത്തെ സക്സസ് പണത്തിന്റെ പ്രാധാന്യം തന്നെയാണ്. ഇപ്പൊ അവർ ഒരു 10,000 രൂപ കിട്ടി വിചാരിച്ചോളൂ. അതിൽ 6,500 രൂപയും അവര് വേറൊരു ഇൻവെസ്റ്റ്മെന്റിലേക്കോ വേറെ ബിസിനസ്സിലേക്കോ സേവിങ്സിലേക്കോ അവർ മാറ്റിവെക്കും. ബാക്കി 4,500 രൂപ അവരുടെ ആഗ്രഹങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അവർ എന്തച്ച ചെലവാക്കും. അതാണ് അവരുടെ ഏറ്റവും വലിയ ഇത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുക. നമ്മൾ 10,000 രൂപ കിട്ടിയാൽ അതിൽ 9,000 രൂപയ്ക്ക് ചിലപ്പോൾ പർച്ചേസ് സൈക്കിൾ നടത്തുക, 1000 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് അവിടെ തീർക്കും. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ സാധാരണ പിച്ചയിലേക്ക് തന്നെ പോകും, അവർ വളരുകയും ചെയ്യും. നെക്സ്റ്റ് ഫിനാൻഷ്യൽ പ്രൂഡൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ് എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല 6,500 രൂപ അവർ സേവ് ചെയ്യുന്നുള്ളത്. ഇത് ഇൻവെസ്റ്റ് ചെയ്യണത് ചിലപ്പോൾ കൂടുതലും റിയൽ എസ്റ്റേറ്റിലായിരിക്കും, അല്ലെങ്കിൽ സ്വർണം വാങ്ങും, അല്ലെങ്കിൽ ബോണ്ടുകൾ വാങ്ങും, അല്ലെങ്കിൽ ഇക്വിറ്റീസ് വാങ്ങും. ഇതൊക്കെ അവർ ആദ്യം തന്നെ വാങ്ങും. ഇപ്പൊ ഏതാണ് വില കുറവുള്ള അതിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അവർ എപ്പോഴും ചെയ്യാറുണ്ട്. ഇത് മാർവാടികളുടെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് എന്തായാലും ന്യൂസ് നോക്കിയാലേ ഇന്നത്തെ സ്വർണത്തിന്റെ വില എത്രയാവും എന്താവും എന്നുള്ളത് നമുക്കറിയുള്ളൂ. പക്ഷെ അവരങ്ങനെയല്ല. ഇന്ന ദിവസം സ്വർണത്തിന് ഇത്രയാവും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ അവർക്ക് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് അവർ എത്ര വില കമ്മിയുണ്ടോ ആ സമയത്ത് അവർ വേഗം തന്നെ അത് വാങ്ങാറുണ്ട്. നെക്സ്റ്റ് എക്സ്പാൻസീവ് മെത്തേഡാണ്. അതായത് അവരൊരു ബിസിനസ് ഒരു സ്ഥലത്ത് തുടങ്ങിയാൽ ആ ഒരു സ്ഥലത്ത് മാത്രം അവർ ബിസിനസ് ചെയ്യാറില്ല. അത് എപ്പോഴും പല സ്ഥലത്തായിട്ടും പല സ്റ്റേറ്റ് ആയിട്ടും പല രാജ്യങ്ങളായിട്ട് ഇവർ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മുടെ കൊച്ചിയിൽ ബികാസ് ബാബു പറഞ്ഞ സ്വീറ്റ്സ് ഒക്കെ ഇല്ലേ, അത് ശരിക്കും പറഞ്ഞ മാർവാടിയാണ് നടത്തുന്നത്. ഇവിടെ അയാൾ തന്നെ നടത്തുന്നത്. അവിടെ ചെറിയ കട തുടങ്ങി, അവിടെ നേരെ കേരളത്തിലേക്ക് വന്നു. ഇപ്പൊ ഇന്ത്യയിൽ മൊത്തം വ്യാപിപ്പിച്ചിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഈ മാർവാടികളുടെ പ്രത്യേകത. നെക്സ്റ്റ് പോയിന്റ് വാല്യൂ ഓഫ് മണി. അവർ ചെറുപ്പം മുതലേ മക്കളെ പണത്തിന്റെ വില എന്താണെന്ന് പഠിപ്പിച്ചും കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ ഇവിടെ മക്കളുടെ അടുത്ത് ഒരു 10 വയസ്സ് 15 വയസ്സായാൽ പണത്തിന്റെ വില പറഞ്ഞു കൊടുക്കുള്ളൂ. പോരാത്തതിന് ചെറിയ കുട്ടികളുടെ തന്നെ എപ്പോഴും ദാരിദ്ര്യം മാത്രം കൂടുതലും പറഞ്ഞും കൊണ്ടേയിരിക്കുന്നുണ്ടാവും. അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ മക്കളുടെ അടുത്ത് പറയേണ്ടത്. പണം എങ്ങനെ ഇരട്ടിപ്പിക്കണം, അതെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, അതിന്റെ വില എന്താണ് എന്നതൊക്കെ പറയണം. നെക്സ്റ്റ് പോയിന്റ് ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ആണ്. അവരെന്തെങ്കിലും ഒരു കാര്യം തീരുമാനം എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കും. എടുത്തു ചാടി ചെയ്യുന്നല്ല, പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കും, അത് പ്രാവർത്തികമാക്കാൻ നോക്കും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. ഒരു തീരുമാനം എടുത്താൽ അത് നാളേക്ക് മറ്റന്നാളേക്ക് എന്ന് പറഞ്ഞ് നീട്ടി കൊണ്ടുപോകും. അവരങ്ങനെ എല്ലാ കാര്യവും നീട്ടിക്കൊണ്ടുപോകാറില്ല. അവർ എന്റർടൈൻമെന്റ് പർപ്പസ് എപ്പോഴും ലാസ്റ്റിലേക്ക് വെക്കാറുള്ളൂ. അവരുടെ പണി മൊത്തം ചെയ്ത് കഴിഞ്ഞ് പണം വന്നു കഴിഞ്ഞ് അത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ അവർ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്താറുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് ഇന്നോവേഷൻ ആൻഡ് അഡാപ്റ്റബിലിറ്റി. അതായത് ഇവരെന്തെങ്കിലും ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിൽ പുതിയ ടെക്നോളജി എന്തെങ്കിലുമൊക്കെ വന്നാൽ അത് ആദ്യം പരീക്ഷിച്ച് നോക്കുന്നതും അത് ആദ്യം ഇംപ്ലിമെന്റ് ചെയ്യണതും മാർവാഡീസ് ആയിരിക്കും. അത് നമ്മൾ ഏറ്റവും അവസാനം അത് ചെയ്യാറുള്ളൂ, ചിലപ്പോൾ ചെയ്യാറേ ഇല്ല. അതുകൊണ്ട് ആ ബിസിനസ് അടച്ചു പൂട്ടി പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ഇവരുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇവരുടെ എല്ലാം പരമ്പരാഗത ബിസിനസ്സാണ്. അവരെപ്പോഴും ടെക്നോളജി അപ്ഡേറ്റ് ആക്കിക്കൊണ്ടേയിരിക്കും. നെക്സ്റ്റ് പോയിന്റ് പ്ലാൻസ് ആൻഡ് സ്കീംസ് ആണ്. ഗവൺമെന്റിന്റെ എല്ലാ സ്കീമിലും ഒരു മാർവാടിയിൽ ഒരു കുട്ടി ജനിച്ചാൽ അവൻ അത് അപ്പം തന്നെ ആദ്യം തന്നെ എല്ലായ്പ്പോഴും കൊടുത്തും കൊണ്ടേയിരിക്കും. പക്ഷെ സാധാരണക്കാരന് അത് കൊടുക്കാറില്ല, നമ്മളത് ചെയ്യാറുമില്ല. നമ്മൾ ഇവിടെ 30 വയസ്സൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഗവൺമെന്റ് സ്കീമുകളെല്ലാം നോക്കുക. അത് കൂടുതലും പെൻഷൻ സ്കീമൊക്കെ നോക്കാറുള്ളൂ. തെറ്റായ ഒരു കാര്യമാണ്.